പ്ലേസിനെ കാണിക്കുന്ന 3 prepositions ആണ് അറ്റ്, ഇൻ, ഓൺ. അറ്റ് ഈസ് യൂസ്ഡ് ബിഫോർ എ പർട്ടിക്കുലർ റെസിഡൻസ് ഓർ എ പർട്ടിക്കുലർ ഹൗസ്. ഏതെങ്കിലും ഒരു പ്രത്യേക വീടിനെക്കുറിച്ച് അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള ഒരു പ്ലേസിനെ കുറിച്ച് പറയുമ്പോൾ ഉപയോഗിക്കുന്ന പ്രൊപ്പോസിഷൻ അറ്റാണ്. അറ്റ് ഈസ് യൂസ്ഡ് ബിഫോർ ദ നെയിം ഓഫ് എ പർട്ടിക്കുലർ ഹോം ഓർ ഹൗസ്, റെസിഡൻസ് ഓർ എ പർട്ടിക്കുലർ ലൊക്കേഷൻ. ഏതെങ്കിലുമായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു വീടിനെക്കുറിച്ചോ അതല്ലെങ്കിൽ ഒരു പ്രത്യേക ലൊക്കേഷനെക്കുറിച്ചോ പറയുമ്പോൾ ഉപയോഗിക്കുന്ന പ്രൊപ്പോസിഷനാണ് അറ്റ്. ഫോർ എക്സാമ്പിൾ, ഐ മെറ്റ് ഹിം ഡാഷ് മൈ അങ്കിൾസ് ഹോം. ഐ മെറ്റ് ഹിം ഡാഷ് മൈ അങ്കിൾസ് ഹോം. PSC പഠനം ഒരു തപസ്സായി ഏറ്റെടുക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ PSC ടോക്സ് നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്കുള്ള ചവിട്ടുപടിയായിരിക്കും. കേരളത്തിലെ ഏറ്റവും മികച്ച ഒരു കൂട്ടം അധ്യാപകരാണ് ഇതിലെ കംപ്ലീറ്റ് സിലബസും കവർ ചെയ്തിരിക്കുന്നത്. ഏകദേശം 15,000 മിനിറ്റ് സിലബസ് കവർ ചെയ്യുന്ന വീഡിയോ ക്ലാസുകൾ ആപ്ലിക്കേഷൻ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ 1989 മുതൽ 2020 വരെ ചോദിച്ച മുഴുവൻ PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസും ആപ്ലിക്കേഷൻ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു കീവേഡ് സെർച്ച് ചെയ്താൽ പോലും നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട മുഴുവൻ ചോദ്യങ്ങളും ആപ്ലിക്കേഷനിൽ കാണാവുന്നതാണ്. മോക്ക് ടെസ്റ്റ് ഉണ്ട്, ഡെയിലി ക്വിസ് ഉണ്ട്, മോഡൽ എക്സാംസ് ഉണ്ട്, വീഡിയോ ക്ലാസ്സുകൾ കണ്ടു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുണ്ട്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് പോലും നമ്മുടെ ആപ്ലിക്കേഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. SCRT സ്കൂൾ പാഠപുസ്തകങ്ങൾ വേറെയും ഉണ്ട്. എവിടെ പഠിച്ചു തുടങ്ങണമെന്ന് അറിയാത്ത ഒരാൾക്കും മത്സര പരീക്ഷകളിൽ ഒരു 100 റാങ്കെങ്കിലും മുന്നിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും 100% പ്രയോജനകരമായിരിക്കും PSC ടോക്സ് എന്ന ഈ മൊബൈൽ ആപ്ലിക്കേഷൻ. വിശ്വസിക്കാം. പരീക്ഷയുടെ മാധ്യമം ഏതായാലും, പരീക്ഷയുടെ പാറ്റേൺ എങ്ങനെയായാലും, PSCയുടെ സിലബസ് എന്ത് തന്നെയായാലും മറ്റേത് പഠന സഹായേക്കാളും തികച്ചും വ്യത്യസ്തവും പുതുമയും നിറഞ്ഞ രീതിയിലാണ് PSC ടോക്സ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ അറ്റ്, ഇൻ, ഓൺ തന്നു കഴിഞ്ഞാൽ അവിടെ ഉപയോഗിക്കാവുന്ന പ്രൊപ്പോസിഷൻ അറ്റാണ്. അവനെ ഞാൻ കാണുന്നത് അങ്കിളിൻ്റെ വീട്ടിൽ വെച്ചാണ്. അപ്പോൾ അറ്റ് മൈ അങ്കിൾസ് ഹോം എന്നുള്ളതാണ് അവിടുത്തെ ആൻസറായിട്ട് വരിക. അറ്റ് മൈ അങ്കിൾസ് ഹോം. ഐ മെറ്റ് ഹിം അറ്റ് മൈ അങ്കിൾസ് ഹോം. The Prime Minister lives at 7 Racehorse Road. The Prime Minister lives at 7 Racehorse Road. The Prime Minister lives at 7 Racehorse Road. അപ്പോൾ അവിടെ ഒരു പർട്ടിക്കുലർ റെസിഡൻസ് അല്ലെങ്കിൽ പർട്ടിക്കുലർ ലൊക്കേഷനെ കുറിച്ച് പറയുമ്പോഴും കൊടുക്കാം. ഹിസ് ഹോം ഈസ് അറ്റ് വിജയനഗർ. ഹിസ് ഹോം ഈസ് അറ്റ് വിജയനഗർ. ഹിസ് ഹോം ഈസ് അറ്റ് വിജയനഗർ. വിജയനഗറിലാണ് അവൻ്റെ വീട് എന്നുള്ളത് പറയുന്നു. അപ്പോൾ we can use at before a particular location or a particular place.